വീട്ടിലേക്ക് പ്രൊട്ടക്ഷനും ഗാർഡിങ്ങിനൊക്കെ വേണ്ടി നമ്മളൊരു വർക്കിംഗ് ലൈൻ ബ്രീഡിലുള്ള ഡോഗിനെ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന 5 മിസ്റ്റേക്സിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഒരു പപ്പിയെ വീട്ടിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ആവശ്യമായ എല്ലാവിധ ഹെൽപ്പുകളും എൻ്റെ വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഒരു വർക്കിംഗ് ലൈൻ ബ്രീഡിലുള്ള പപ്പിയെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ആദ്യത്തെ മിസ്റ്റേക്കാണ് ലുക്ക് നോക്കി ഒരു പപ്പി എടുക്കുക എന്നുള്ളത്. നല്ല തക്കുടുമുണ്ടനായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഡോഗിനെയൊക്കെ നോക്കിയാണ് നമ്മളൊരു പ്രൊട്ടക്ഷന് ഗാർഡിങ്ങിന് വേണ്ടിയൊക്കെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ആഗ്രഹത്തിനൊത്ത് അവർ വളർന്നു കഴിയുമ്പോൾ വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലുക്ക് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പപ്പിയുടെ ക്യാരക്ടർ എന്താണെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മളെപ്പോഴും പപ്പി എന്താണ്, പപ്പിയുടെ ക്യാരക്ടർ എന്താണ്, പപ്പി നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, ഇവരെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇവർക്കുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം, അതിപ്പോൾ ട്രെയിനേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ഇപ്പം നമ്മളുടെ വീഡിയോസിലൊക്കെ പറയുന്നത് പോലെ നോക്കി അവരെ നിങ്ങൾക്ക് വിലയിരുത്തി കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ആദ്യത്തെ മിസ്റ്റേക്കാണ് ലുക്ക് നോക്കി പപ്പി എടുക്കുക എന്നുള്ളത്. രണ്ടാമത് ഒട്ടുമിക്ക ആളുകളും ചെയ്ത് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ് പപ്പിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവരെ മടിയിൽ കയറ്റി വെച്ച് അങ്ങോട്ട് താലോലിക്കും. ഇവർക്ക് നമ്മൾ കൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ എല്ലാവരുടെയും ട്രെൻഡാണ് അഴിച്ചിട്ട് പപ്പിയെ വെറുതെ അഴിച്ചിട്ട് അങ്ങോട്ട് വളർത്താന്നുള്ളത്. ഇതിൽ നിന്ന് പപ്പി പഠിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ദുശീലങ്ങളും അവർ പഠിക്കും. നമ്മൾ അവരെ കുരക്കുമ്പോഴും കാര്യങ്ങളൊക്കെ അവരെ താലോലിക്കാനും സ്നേഹിക്കാനും നിന്ന് കഴിഞ്ഞാൽ അവർ കരുതുന്നത് അവരെന്ത് ചെയ്താലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവർ കരുതാൻ. നമുക്കത് ഭാവിയിൽ, അതായത് വളർന്നു വരുമ്പോൾ, ഞാൻ പറയുന്നത് ചെറിയ ബ്രീഡ്സിനെ പറ്റിയല്ല, കുറച്ചുകൂടി പറയുന്ന പോലെ വർക്കിംഗ് ലൈനിൽ വരുന്ന ബ്രീഡ്സ് ഭാവി വളർന്നു വരുമ്പോൾ അവരത് പ്രശ്നമാക്കും. അവരുടെ കാര്യങ്ങൾ അവർക്ക് പിന്നീട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തൊന്നും ഒരു വലിയ മൈൻഡോ കാര്യങ്ങളോ വെക്കില്ല. നമ്മളുടെ അടുത്ത് വലിയ സ്നേഹമോ കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവരുടെ മൈൻഡിൽ അവരായിരിക്കും ആ വീട്ടിലെ രാജാവ്. സോ ഒരിക്കലും ഒരു പപ്പിയെ ഓവറായിട്ട് സ്നേഹം കൊടുത്ത് വീർപ്പുമുട്ടിക്കാതിരിക്കുക. പലരും അംഗീകരിക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം കൊടുത്താണ് പപ്പിക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. ഒരിക്കലും ഇല്ല. ഒരു ഡോഗിനെ വീട്ടിൽ കൊണ്ടുവന്നാൽ ആ ഒരു ഡോഗ് ഒരിക്കലും നമ്മളെ സ്നേഹിക്കുന്നില്ല. നമ്മൾ ആരും അല്ല അവര് നമ്മളെ സ്നേഹിക്കണം അല്ലെങ്കിൽ അവര് നമ്മളായിട്ട് ബോണ്ട് ആവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം കഴിയും. നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് നമുക്കൊരു ഫുഡ് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് വന്നു കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞായിരിക്കും ഇവർക്ക് നമ്മളോടൊരു അട്രാക്ഷനും ഒരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങുന്നത്. സോ ആരും വിചാരിക്കരുത് ഒരു പപ്പിയെ വീട്ടിൽ കൊണ്ടുവന്ന് അന്നത്തെ ദിവസം മുതലേ അവർ നമ്മളെ സ്നേഹിക്കുമെന്നും അവര് നമുക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നും ആരും വിചാരിക്കരുത്. ഒരു പപ്പിയെ ചീത്താക്കി എടുക്കാതിരിക്കുക, ദുശീലങ്ങൾ പഠിപ്പിച്ച് ചീത്താക്കി എടുക്കാതിരിക്കുക. മൂന്നാമത് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നമ്മൾ കൂട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവരെ വീട്ടിൽ എവിടെയാണെന്ന് വെച്ചാൽ ഇവരുടെ പ്ലേസിൽ നിന്ന് നമ്മൾ ഇറക്കുമ്പോൾ ഇവരെ ചുമ്മാ അങ്ങനെ അഴിച്ചു വിടും, ഇവരെ ഇഷ്ടത്തിന് അങ്ങനെ അഴിച്ചു വിടും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇവരെ ലീഷ് ഇട്ട് കൊണ്ടു നടക്കുക. നിങ്ങളൊരു ഫോറിനേഴ്സ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. ഇവര് വലിയ ഡോഗ്സിനെയൊക്കെ ഇവർ അയച്ചു വിട്ടിട്ടുണ്ടാവും. ചെറിയ ഡോഗ്സിനെ ഇവരെപ്പോഴും ലീഷ് ഇട്ടായിരിക്കും കൊണ്ടു നടക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവരെ. മനസ്സിലായോ? ഇവരുടെ ഇഷ്ടത്തിന് പോയി അതും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ വലുതായി കഴിയുമ്പോഴും അവർ അത് തന്നെ ചെയ്യുള്ളൂ. നമ്മ കൂടെ കൊണ്ട് നടന്ന് ഇവരെ പഠിപ്പിക്കുക. പ്രോപ്പർ സോഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം എപ്പോഴും. നമ്മളിവരെ വീട്ടിലിട്ട് മാത്രമല്ല, ഇവരെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി ആളുകളുടെ ഇടയിലൊക്കെ കൊണ്ടുപോയി, ചെറുതായിരിക്കുമ്പോൾ ആളുകൾക്ക് അങ്ങനെ പേടിയൊന്നും ഉണ്ടാവില്ല. സോ ആ സമയം മുതലേ നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോയി ആളുകളായിട്ടൊക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്ത്, അതായത് ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമൺ അവരുടെ അടുത്തോട്ട് വരുന്നത് അവരെ ഉപദ്രവിക്കാനല്ല, അവർക്ക് അതൊരു ത്രെറ്റ് അല്ല എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലോട്ട് ഒരാൾ വന്നാലോ ചുമ്മാ ഒന്ന് പോയി കടിക്കാനോ അങ്ങനെ അവരെ മേത്ത് കയറാനൊന്നും ഒരു നിൽക്കില്ല. ഓക്കെ, ഒരു പ്രൊട്ടക്ഷൻ ഡോഗ്, ഒരു പ്രൊട്ടക്ഷൻ വർക്ക് പഠിപ്പിച്ച ഡോഗ് നമ്മുടെ കമാൻഡിലായിരിക്കും പിന്നീട് അവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിക്കുക, ലീഷ് ഇട്ട് കൊണ്ട് നടക്കുക. ലീഷ് നിർബന്ധമാണ്. എപ്പോഴും ഒരു പപ്പിയെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു ലീഷ് ഉണ്ടായിരിക്കണം അവർക്ക്. അതില്ലാന്നുണ്ടെങ്കിൽ ചീത്ത ശീലങ്ങൾ പപ്പി പഠിച്ചിരിക്കും. പിന്നെ ഈ വർക്കിംഗ് ലൈൻ ബ്രീഡ്സിനെയൊക്കെ എടുക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകളും ചെയ്തു വരുന്ന ഒരു മിസ്റ്റേക്കാണ്, ഡോഗിനെ നമ്മൾ എല്ലാ ദിവസവും ഓടിക്കാനോ നടത്താനൊക്കെ കൊണ്ടുപോകും. പക്ഷെ ഇവർക്ക് മെന്റലി നമ്മൾ വേറെ വർക്കൊന്നും കൊടുക്കാറില്ല. ശരിയാണ്, ഓടിക്കാനോ അങ്ങനെ ചാടിക്കാനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇവരുടെ എനർജി റിലീസ് ആവും, അവർക്ക് അതിൽ നിന്നുള്ളൊരു സന്തോഷമൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ഇവർക്ക് കൂടുതലും കൊടുക്കേണ്ടത് മെന്റലി ഉള്ള വർക്കുകളാണ്. ഫെച്ച്, സ്മെൽ വർക്ക്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളൊരു യൂട്യൂബ് വീഡിയോസ് അതിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ട്രെയിനിങ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. ഓടിക്കാനും ചാടിക്കാനൊക്കെ കൊണ്ടുപോകാന്നുള്ളത് ജസ്റ്റ് ആ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അവർ അതിൽ നിന്നൊന്നും പഠിച്ചെടുക്കുന്നില്ല. എത്രത്തോളം ഒരു ബ്രീഡിന് ഒരു മെന്റലി വർക്ക് ആവശ്യമുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഒരു ഓണർ, ഒരു വർക്കിംഗ് ലൈൻ ബ്രീഡിന്റെ ഓണർ അത് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളൊരു പ്രോപ്പറായിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അഞ്ചാമത്തെ മിസ്റ്റേക്കാണ്, ഇത് എല്ലാവരിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മളൊരു വർക്കിംഗ് ലൈൻ ബ്രീഡിലെ പപ്പിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മളൊരു ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1, 2, 3 മാസം കഴിയുമ്പോൾ നമുക്ക് മടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവരുടെ അടുത്തുള്ള ഒരു ഔട്ട്പുട്ട് ഒന്നും കിട്ടിയെന്ന് വരില്ല. നമുക്കെല്ലാം എത്രയും പെട്ടെന്ന് കിട്ടണം. നമ്മുടെ ഓവർ എക്സ്പെക്ടേഷൻ നമുക്ക് എല്ലാത്തിലും ഉണ്ടാവും, ഇതിലും ഉണ്ടാവും. നമ്മളെ മറ്റുള്ളവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ ആ ഒരു
പപ്പിയെ സെലക്ട് ചെയ്ത് അതുപോലെ ചെയ്യിക്കാനും കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷേ ഓരോ പപ്പിക്കും ഓരോ ക്യാരക്ടർ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ പപ്പി ഒരു റീബൗണ്ട് ട്രിക്ക് ചെയ്തു എന്ന് വെച്ച് വേറൊരാൾ എടുക്കുന്ന പപ്പി അതുപോലെ ചെയ്യണമെന്നില്ല. മനുഷ്യരുടെ പോലെ തന്നെ ഇപ്പൊ മനുഷ്യന് ഒരാൾക്ക് ഓടാനുള്ള കഴിവുണ്ടെങ്കിൽ വേറെ ആൾക്ക് ചാടാനുള്ള കഴിവായിരിക്കും, വേറെ ആൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവായിരിക്കും, അങ്ങനെ വേറെ ആൾക്ക് നല്ല ഓർമ്മശക്തി ആയിരിക്കും, അങ്ങനെ പല പല കഴിവുകളായിരിക്കും. അതുപോലെ തന്നെയാണ് ഓരോ പപ്പീസിലും. നമ്മളത് കണ്ട് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അവരുടെ കഴിവ് എന്തിനാണെന്ന് മനസ്സിലാക്കി നമ്മൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ അവരെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. അല്ലാതെ നമ്മൾക്ക് എന്ത് വേണം, നമുക്ക് ഇത്ര ദിവസം കൊണ്ട് ഇവർ ഇതുപോലെ ചെയ്യണം എന്നൊരു ഒരു ടൈം പീരീഡ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു പപ്പിയെ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു ഡോഗ് കംപ്ലീറ്റ് ഒബീഡിയന്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെ എടുക്കും. 2 വർഷം വരെ 1.5 വയസ്സ് കഴിഞ്ഞാലാണ് ഒരു ഡോഗ് മെച്ചുവർ ആയി വരിക. ആ ഒരു സമയത്തായിരിക്കും ഇവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുവരെ കൺസിസ്റ്റന്റ് ആയിട്ട് ക്ഷമയോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്കൊരു വർക്കിംഗ് ലൈൻ ബ്രീഡിൽ നിന്ന് കിട്ടേണ്ട ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് കണ്ടുവരുന്നത് ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും ഇവർക്ക് മടുക്കും, ഇവർ നിർത്തും, പിന്നെ ഇവരെ കൂട്ടിലടച്ചിടാൻ തുടങ്ങും. പിന്നെ സാധാരണ പോലെ തീറ്റ കൊടുക്കലും പുറത്തിറക്കി വിടലും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു പപ്പി അവരെ കംപ്ലീറ്റ് സ്കില്ലുകളും പുറത്തെടുക്കാൻ പറ്റാതെ പോവുകയാണ് പതിവ്. നമ്മൾ അങ്ങനെയല്ല, ഒരു 1.5 വയസ്സ് 2 വയസ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നമ്മൾ അവരുടെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുക, മെന്റലി ഉള്ള ടാസ്കുകൾ ചെയ്യിപ്പിക്കുക. കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്താലേ ഏതൊരു പപ്പിയും ഒബീഡിയന്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു പപ്പിയെ വളർത്തിയെടുക്കാൻ ആവശ്യമായ പുതിയ പുതിയ കാര്യങ്ങളായിട്ട് വീണ്ടും വീഡിയോസിൽ കാണാം.